ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്.
എൻ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതായ ഭാഗ്യവാ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതായ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് 3 കുരിശുകളെ പറ്റിയാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ 2 കള്ളന്മാരുടെ മധ്യത്തിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. വലതും ഇടതും ഓരോ കള്ളന്മാരും, നടുക്ക് കർത്താവായ യേശുക്രിസ്തുവാണ് ക്രൂശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം 3 കുരിശുകളാണ്. ഒന്നാമത്തെ കുരിശ്, നടുക്കത്തെ കുരിശാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശാണ്. അത് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. പാപിക്ക് വേണ്ടി മരിച്ച കുരിശ്, പാപത്തിനു വേണ്ടി മരിച്ച കുരിശാണ് ഒന്നാമത്തെ കുരിശ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്? കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്? നമുക്ക് ചിന്തിക്കാം. യഹോവയായ ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വെയിലാറുമ്പോൾ തൻ്റെ മോഹന സൃഷ്ടിയാകുന്ന ആദാമിനെയും ഹവ്വായെയും കാണുവാനായിട്ട് എന്നും ദൈവം വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ വരും. തൻ്റെ എല്ലാ ദിവസവും വന്ന് ആദാമുമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി തോളോട് തോളുരുമി ഏദൻ തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവം ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ ആദാമിനെയും ഹവ്വായെയും കാണുന്നില്ല. തൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ ഓടി ഒളിച്ചു. യഹോവയായ ദൈവം ആദാമിനെ വിളിച്ചു, മനുഷ്യ നീ എവിടെ, നീ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദാം പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിൽ, ഞാൻ നഗ്നനാണ്, ഞാൻ ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുവാണെന്ന് പറഞ്ഞു. അവർ ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുന്ന സമയത്ത് ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു. നിനക്ക് ഈ തോട്ടത്തിൽ ഉള്ളതായ സകലമാന വൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം നിനക്ക് അനുഭവിക്കാം, പക്ഷേ ഒന്ന് മാത്രം, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഈ കൽപ്പന കൊടുത്തതിന് ശേഷം അവർ സമൃദ്ധിയായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഏദൻ തോട്ടത്തിൽ ജീവിക്കുന്ന കാലത്ത് സാത്താൻ
വന്ന് ആദം ഇല്ലാത്ത സമയത്ത് ഹവ്വായുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ പറഞ്ഞു, അത് വളരെ ഭംഗിയുള്ളതാണല്ലോ, അത് തിന്നുന്നതിന് കുഴപ്പമില്ല, തിന്നാൽ നിൻ്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലും ആകുമെന്നെല്ലാം പറഞ്ഞ് ഹവ്വായെ വഞ്ചിച്ച് ആ വൃക്ഷത്തിൻ്റെ ഫലം ഹവ്വായിക്ക് പറിച്ചു കൊടുത്തു. ഹവ്വ തിന്നു. തൻ്റെ ഭർത്താവിനായ ആദാമിനും ഒരെണ്ണം ആദാം വന്നപ്പോൾ ആദാമിനും കൊടുത്തു. ആദാമും കഴിച്ചു. അവരതുവരേക്കും അവർ ദൈവത്തിൻ്റെ തേജസ്സിൽ തൻ്റെ നഗ്നത അറിയാതെ ജീവിച്ച കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്നും മാറിപ്പോയി. ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ആ നഗ്നത മറിക്കാനായിട്ട് അത്തിയുടെ ഇല കൂട്ടിത്തുന്നി നഗ്നത മറിച്ച്, അങ്ങനെ ദൈവം അവരെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ ആ അത്തിയില കൂട്ടിത്തുന്നി ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം ചോദിച്ചു, ആദമേ എന്തു പറ്റി? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. ആദാം പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിക്കാനുള്ള എൻ്റെ ഭാര്യ ഹവ്വ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞു. ഹവ്വായോട് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, സാത്താൻ എനിക്ക് പറിച്ചു തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ആ യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തു പോകണം. കാരണം ദൈവം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്നും വിട്ടുപോയി. ആത്മാവ് മരിച്ചുപോയ ഒരു അനുഭവത്തിലായിത്തീർന്നു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി, എന്നേക്കുമായിട്ട് പുറത്താക്കുന്ന സമയത്ത് ആദാമിന് ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് എടുത്ത് അവരുടെ നഗ്നത മറച്ച്, അങ്ങനെയാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, നിന്നെ വഞ്ചിച്ച സർപ്പത്തിൻ്റെ തലയെ ഒരു ദിവസം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, അന്ന് നിനക്ക് മോചനമുണ്ടാവും എന്ന് ആദാമിനോട് പറഞ്ഞു. അങ്ങനെ ആദാം വളരെ ദുഃഖത്തോടു കൂടി ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തുപോയി. വളരെ വേദനയോടു കൂടിയാണ് പോയതെങ്കിൽ തന്നെയും ആദാം എല്ലാ ദിവസവും ഏദൻ തോട്ടത്തിൻ്റെ വാതിൽക്കൽ വന്ന് നോക്കും, സ്ത്രീയുടെ സന്തതി ജനിച്ചോ എന്ന്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു 4000 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ സന്തതി ഭൂമിയിലേക്ക് ജനിച്ചു. ഈ ഭൂമിയിലേക്ക് ജനിച്ചു യേശുക്രിസ്തു വന്നു. 33.5 വർഷം വരേക്കും ഈ ഭൂമിയിൽ യേശുക്രിസ്തു ജീവിച്ചു. യേശുക്രിസ്തു ജീവിച്ചപ്പോൾ ആ ജീവിച്ച കാലങ്ങളിൽ യേശുക്രിസ്തു തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്തു. അനേകർക്ക് രോഗങ്ങൾ മാറ്റിക്കൊടുത്തു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, അങ്ങ് മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് യേശുക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷയായിട്ട് ഈ ദേശത്ത് അവിടെ ജീവിച്ചു. പക്ഷേ ആരും യേശുക്രിസ്തുവിനെ അറിയുകയോ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണമെന്നും ആർക്കും താല്പര്യമുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ മാത്രം യേശുവിനോട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു യഥാർത്ഥമായ ഒരു ദൈവത്തിൻ്റെ പുത്രനാണെന്നോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന കാര്യങ്ങളാണെന്നോ ഒന്നും ആർക്കും ഒരു ചിന്താവിഷയം പോലും ഇല്ലായിരുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും മെശിഹായാണ് വന്നിരിക്കുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക കാര്യങ്ങൾ ചെയ്തെങ്കിലും യേശുക്രിസ്തുവിന് എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസ രീതിയിലാണ് യേശുക്രിസ്തു നിന്ന് പോയത്. പക്ഷേ എന്നാൽ തൻ്റെ കൂടെ നടന്ന അനേക ശിഷ്യന്മാരും ഈ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടു എങ്കിൽ തന്നെയും ശിഷ്യന്മാർക്കും യേശുക്രിസ്തുവിനോട് സ്നേഹമായിരുന്നു, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുമായിരുന്നു. യേശുക്രിസ്തുവിനെ അധികമായി സ്നേഹിച്ചാണ് ശിഷ്യന്മാർ നടന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാ ശിഷ്യന്മാരും യേശുവിൽ നിന്നും വിട്ടിട്ട് ഓടിപ്പോയ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അത്രയും കാലം തൻ്റെ കൂടെ നടന്ന് തന്നോടുകൂടെ ഭക്ഷണം കഴിച്ച് തന്നെ സ്നേഹിച്ച് നടന്ന് താൻ സ്നേഹിച്ചതായ തൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ശിഷ്യന്മാരെല്ലാവരും യേശുക്രിസ്തുവിൽ നിന്നും
ഓടി ഒളിക്കുന്നതായ ഒരു അനുഭവമാണ് ഉണ്ടായത്. തന്നെ സ്നേഹിച്ചതും താൻ സ്നേഹിച്ചതുമായ തൻ്റെ പത്രോസ് എന്ന ശിഷ്യൻ യേശുക്രിസ്തുവിനെ ഒരു നാളും തള്ളി പറയല. യേശുക്രിസ്തുവിൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാവും, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ പത്രോസ് പോലും യേശുക്രിസ്തുവിനെ തള്ളി പറയുകയും യേശുക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്തിനാണ് പ്രിയപ്പെട്ടവർ യേശുക്രിസ്തു മരിച്ചത്? യേശുക്രിസ്തു എന്തിനാണ് ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചത്? നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനത്തിനും എല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണം മൂലമാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യമായിട്ട് പാവത്തിന്മേൽ ജയമുള്ളവരായിട്ട് നാം ഇന്ന് ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാത്രമാണ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുന്ന സമയത്ത്, യേശുക്രിസ്തുവിനെ കൊണ്ടുപോകുന്ന സമയത്ത്, ക്രൂശിൻ ചുമപ്പിച്ച് പോകുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ സഹായിക്കാൻ തൻ്റെ ശിഷ്യന്മാരോ താൻ അനേകം സൗഖ്യങ്ങൾ കൊടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ താൻ രോഗസൗഖ്യം കൊടുത്ത ആളുകളോ അല്ലെങ്കിൽ താൻ ഉയർപ്പിച്ച ആളോ ഒരു മനുഷ്യൻ പോലും യേശുക്രിസ്തുവിനെ സഹായിക്കാനുണ്ടായിരുന്നില്ല, ഒരു മനുഷ്യൻ പോലും. എന്നാൽ കുറേനക്കാരനായ ശീമോൻ മാത്രമാണ് യേശുക്രിസ്തുവിനെ സഹായിക്കാനായിട്ട് ആ ക്രൂസിൻ്റെ അറ്റം ഒന്ന് ചുമക്കാനായിട്ട് കൂടിയത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ട വിഷയം, നാം ജീവിക്കുന്ന കാലത്ത് നാം പലരിൽ നിന്നും നാം പല കാര്യങ്ങളും പ്രതീക്ഷിക്കും. എനിക്ക് പലരും സഹായിക്കും, പലതും എൻ്റെ വിഷമത്തിൻ്റെ കാലത്ത് എന്നോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതകാലത്ത് നാം പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായ ആ പ്രതീക്ഷകളൊന്നും നമുക്ക് ഒരുപക്ഷെ നമുക്ക് പ്രയോജനം കിട്ടിയെന്ന് വരികയില്ല. കാരണം നമ്മൾ സഹായിച്ച ആൾക്കാരുണ്ടാവും, നമ്മൾ പല രീതിയിലും ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ആരും നമ്മളെ ആ സമയത്ത്, നമുക്കൊരു കഷ്ടങ്ങൾ വരുന്ന സമയത്ത്, നമുക്കൊരു പീഡകൾ വരുന്ന സമയത്ത്, നമുക്കൊരു ദുരിതം വരുന്ന സമയത്ത് ആരും നമ്മളെ സഹായിക്കണമെന്നില്ല. സഹായിക്കുന്നവരുണ്ടാവും, പക്ഷെ സഹായിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും നമുക്ക് പലതും കിട്ടിയെന്ന് വരികയല്ല. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആയാലും ഏതൊക്കെ സാഹചര്യത്തിലായാലും യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ, എന്ത് കഷ്ടതകൾ വന്നാലും, എന്ത് രോഗങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും ഒരിക്കലും നമുക്കൊരു വേദന വരികയില്ല. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം, എനിക്കൊരു 2.5 വർഷം മുമ്പ് എനിക്ക് ക്യാൻസർ വന്നു. 2.5 വർഷം മുമ്പ് ക്യാൻസർ വന്ന് ഞാൻ എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് ഹിതമെങ്കിൽ, നിനക്ക് ഇഷ്ടമെങ്കിൽ എനിക്ക് സൗഖ്യം തരാൻ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. കൃപയാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആ ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്നിൽ നിന്നും ദൈവം മാറ്റി തന്നു. പ്രിയപ്പെട്ടവർ, എനിക്ക് ഇത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ലങ്സ് വർക്ക് ചെയ്യാതെയായി. ലങ്സിൻ്റെ 50% മാത്രമേ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്കായി തീർന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വചനം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും, എനിക്ക് കയറ്റം കയറാൻ പറ്റുന്നില്ല, സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലെല്ലാം വന്നപ്പോൾ ഞാൻ കർത്താവിനോട്, എന്നെ കാണുന്ന എൻ്റെ ദൈവം, എന്നെ നടത്തുന്ന എൻ്റെ ദൈവം, എന്നെ ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന എൻ്റെ ദൈവം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നെ വഴി നടത്തുന്നതെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, എന്നാൽ ഇത് കഴിഞ്ഞ് ഇങ്ങനെ മരുന്നുകളെല്ലാം കഴിച്ചു പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും മരച്ചു പോകുന്ന ഒരു അനുഭവമായിരുന്നു. പ്രിയമുള്ളവർ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് നല്ലൊരു പ്രത്യാശ തന്നു. ഓരോ ദിവസവും എന്നെ തന്നെ തിരിച്ചറിയുവാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും എൻ്റെ ജീവിതത്തിലുള്ളതായ സകലമാന കാര്യങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ ദൈവം ഈ അസുഖങ്ങളെല്ലാം എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അസുഖങ്ങൾ വന്നു എന്നോർത്തുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയില്ല. ഞാൻ കർത്താവിനോട് ഒരിക്കലും ഞാൻ ചോദിച്ചില്ല, കർത്താവേ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അസുഖം വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ലങ്സ് വർക്ക് ചെയ്യാത്തത്, എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ നാൾ വരെയേക്ക് എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല. കാരണം എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയല്ല. പ്രിയമുള്ളവർ, ഞാൻ അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതും എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതും എൻ്റെ പാവങ്ങൾ വെച്ചുകൊണ്ട് അവൻ കാൽവരി ക്രൂശിലേക്ക് ആ കുരിശ് ചുമന്നതും എല്ലാം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും എനിക്ക് ഏതുമില്ലാതെയായി പോകുന്നൊരു അനുഭവത്തിലേക്കാണ് വരുന്നത്. പ്രിയപ്പെട്ടവർ, ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെ വഴി നടത്തുന്നത്. ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും തരാൻ സാധിക്കുകയില്ല.
അവനിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ രോഗം വരികയെന്നല്ല, കഷ്ടത വരികയെന്നല്ല, കടഭാരങ്ങൾ വരികയെന്നല്ല, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ക്രൂശിച്ചതിന് ശേഷം, താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു താൻ സ്നേഹിച്ചതായ തൻ്റെ ആദ്യ സൃഷ്ടിയാകുന്ന ആദാമിൻ്റെ അടുത്തേക്ക് പോയി, പാതാളത്തിലേക്ക് ചെന്ന് ഓരോ വ്യക്തികളും നിദ്ര പ്രാപിച്ച് കിടക്കുന്നത് ഓരോ വ്യക്തികളെയും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആദാമിനെ കാണുന്നത്. ആദാമിൻ്റെ തോളയിൽ കർത്താവായ യേശുക്രിസ്തു തട്ടി വിളിച്ചു, ആദമേ എഴുന്നേൽക്ക്, ആദമേ നീ എഴുന്നേൽക്ക്, നിനക്ക് വേണ്ടിയിട്ടാണ് നീ കുറ്റം ചെയ്തുകൊണ്ടാണ് ആദാമേ ഞാൻ അടി കൊണ്ടത്, നീ അത്തിയല കൂട്ടി തന്നതുകൊണ്ട് ആദാമേ അവരെന്നെ നഗ്നരായിട്ട് തൂക്കി, ആദമേ നീ ഏദൻ തോട്ടത്തിലെ കനി നിന്നതുകൊണ്ട് അവരെനിക്ക് കയ്പ് കുടിക്കാൻ തന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഓരോ കാര്യങ്ങളും ആദാമിനോട് പറഞ്ഞ് ആദാമിനെ പ്രത്യാശയോടുകൂടി ആദാം സന്തോഷത്തോടു കൂടി എഴുന്നേറ്റു, യേശുക്രിസ്തുവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പിതാക്കന്മാർ ഒരു പാട്ടായിട്ട് പാടിയിട്ടുണ്ട്. നാഥൻ മൃതരിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചേ ഞാൻ. ആദമേ, നീ ചെയ്ത സകലമായ തെറ്റുകൾക്കും അവരെനിക്ക് ശിക്ഷ തന്നു, ഞാൻ ശിക്ഷ അനുഭവിച്ചു, ഇനി നീ പാപത്തിൽ മരുന്ന് കിടക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഇതെല്ലാം ചെയ്തു എന്തിനു വേണ്ടിയിട്ട്? ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ ഈ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയമുള്ളവർ, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ യേശുക്രിസ്തു രണ്ടാമത് വരുവുള്ളൂ എന്നുള്ളതായ വിശ്വാസമുള്ളൂ. യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവൻ ഇനിയും വരുമെന്നുള്ള വിശ്വാസം ഇന്ന് അനേകർക്കും ഇല്ലാതെയായി പോയിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. എന്തിന്? നമ്മളെ ചേർക്കുവാനായിട്ട്, അവൻ്റെ മണവാട്ടി സഭയിലേക്ക് നമ്മളെ ചേർക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ഇനിയും വരും. വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും, മണവാട്ടിയാകുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന് വരവിന് വേണ്ടിയിട്ട് കാത്ത് പ്രത്യാശയോടുകൂടി ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം എത്ര കണ്ട് നിരാശ നിറഞ്ഞ മനുഷ്യനാണെങ്കിലും, എത്ര വേദനയുള്ള മനുഷ്യനാണെങ്കിലും, ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേദനകളെല്ലാം തീരും. പ്രിയമുള്ളവർ, നമ്മുടെ നിരാശ മാറിപ്പോവും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ ആ ഓരോ കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എത്ര നിരാശ നിറഞ്ഞിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഏതെല്ലാം പ്രയാസത്തിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഇല്ല പ്രിയമുള്ളവരെ, നമ്മൾ മരിക്കാനിരിക്കുന്ന മനുഷ്യനാണെങ്കിലും, വിഷം മേടിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സന്തോഷം, ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മുടെ മേൽ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിരാശകളും അവൻ മാറ്റിത്തരും. ആ ക്രൂശിലേക്കൊന്ന് നോക്കാൻ സാധിക്കുമോ? ആ ക്രൂശിൽ കൂടി ഒഴുകി വരുന്ന രക്ഷ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അവൻ എന്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. കർത്താവായ യേശുക്രിസ്തു മരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത്. പ്രിയമുള്ളവരെ, ആ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോവുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ സമ്പൂർണ്ണമായിട്ടും വിശ്വസിച്ച് യേശുക്രിസ്തു എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിച്ചതെന്നും നാം എപ്പോൾ വിശ്വസിക്കുന്നോ ആ സമയത്ത് നമ്മുടെ സകലമാന ബന്ധങ്ങൾ കഴിഞ്ഞ്, നമ്മുടെ സകലമാന പാപങ്ങൾ നമ്മൾ ഇന്ന് വിട്ടുപോയി ഒരു പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് നാം വരും. പ്രിയമുള്ളവരെ, അതൊരനുഭവമാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന ഒരു സന്തോഷം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്നെ എന്നെ സ്നേഹിച്ച എൻ്റെ പ്രാണപ്രിയനായ യേശു, അവൻ എൻ്റെ ദൈവമാണ്. ഞാൻ അവന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ കുരിശ് 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പാപസംബന്ധമായി മരിച്ച കുരിശ്. ഒന്നാമത്തെ കുരിശ്
പാവിക്ക് വേണ്ടി മരിച്ച കുരിശ്, പാപത്തിന് വേണ്ടി മരിച്ച കുരിശ്, പാവിക്ക് വേണ്ടി മരിച്ച കുരിശ്. രണ്ടാമത്തെ കുരിശ് പാപസംബന്ധമായി മരിച്ച കുരിശ്. രണ്ട് കള്ളന്മാരാണ്. രണ്ട് കള്ളന്മാരിൽ രണ്ടുപേരും ഒരേ രീതിയിൽ തെറ്റ് ചെയ്തവരാണ്. അവർക്ക് വ്യത്യാസമില്ലായിരുന്നു. അവർ തെറ്റ് ചെയ്തിട്ടാണ് ആ ക്രൂശിൽ അവരെ തൂക്കിയത്. എന്നാൽ അതിൽ ഒരു കള്ളൻ, നമ്മളൊക്കെ പറയുന്നത് കൂടുതലും വലത്തുഭാഗത്തെ കള്ളൻ എന്നാണ്. ആ വലത്തുഭാഗത്തെ കള്ളൻ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും വലത്തുഭാഗത്തെ കള്ളൻ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഈ വലത്തുഭാഗത്തെ കള്ളൻ ഈ യേശുക്രിസ്തു തന്നോട് ചേർന്ന് ആ ക്രൂശിൽ കിടക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. രണ്ടുപേരും മാറ്റമില്ലാതെ പരിഹസിച്ചു. രണ്ട് കള്ളന്മാരും യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. രോഗസൗഖ്യം കൊടുത്തവനല്ലേ, ഇന്നയാളെ മരിച്ചവരുന്ന് ഉയർപ്പിച്ച ആളല്ലേ, ഇത് കുരുടന് കാഴ്ച കൊടുത്തവനല്ലേ, അങ്ങനെ പല രീതിയിലും പറഞ്ഞ് യേശുക്രിസ്തുവിനെ, എന്നാൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങൾക്ക് സൗഖ്യം താ എന്നൊക്കെ പല രീതിയിലും പറഞ്ഞ് യേശുക്രിസ്തുവിനെ നിന്ദിച്ചു. പക്ഷേ ഈ യേശുക്രിസ്തു ആ കാൽവറി ക്രൂശിൽ കിടന്ന് ആ വേദന അനുഭവിച്ച് നമ്മുടെ ഈ ലോകത്തിലെ സകലമാന മനുഷ്യൻ്റെ പാപങ്ങളും ചുമന്നുകൊണ്ട് ആ ക്രൂശിൽ കിടന്ന് കരയണത് കണ്ടപ്പോൾ അതിലെ വലത്തുഭാഗത്തെ കള്ളന് അവൻ്റെ മനസ്സ് മാറി. അവൻ ഒത്തിരി പ്രസംഗങ്ങളൊന്നും കേട്ടില്ല. അവൻ ഒത്തിരി സമർപ്പണമൊന്നും എടുത്ത മനുഷ്യനല്ല. അവനും പാപം ചെയ്ത് അതേ ഇടതുഭാഗത്തെ കള്ളൻ്റെ അതേമാതിരി തന്നെ പാപം ചെയ്ത മനുഷ്യനായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ ആ തിരുമൊഴികൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വലത്തുഭാഗത്തെ കള്ളന് മനസ്സിലായി, ഈ കിടക്കുന്നയാള് നിസ്സാരനായ ഒരു മനുഷ്യനല്ല, ഇവൻ സാക്ഷാൽ മെശിഹയാണെന്ന് ഈ വലത്തുഭാഗത്തെ കള്ളന് മനസ്സിലായി. ഈ വലത്തുഭാഗത്തെ കള്ളൻ പറഞ്ഞു, മെശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. ഈ മെശിഹയാണെന്നും അവൻ രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും അവൻ വീണ്ടും വരുമെന്നുള്ളതായ ആ വിശ്വാസം ആ വലത്തുഭാഗത്തെ കള്ളന് കിട്ടിക്കഴിഞ്ഞപ്പോൾ വലത്തുഭാഗത്തെ കള്ളൻ പറഞ്ഞു, മെശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർത്തുകൊള്ളണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വലത്തുഭാഗത്തെ കള്ളൻ്റെ വിശ്വാസം അവൻ എന്തെല്ലാമായിരിക്കും ഒരുപക്ഷെ അവൻ പറഞ്ഞു കാണുന്നത്. നമ്മുടെ ലോകപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം പറഞ്ഞു കാണും. ഞാൻ അനേക പാപം ചെയ്തു, ഞാൻ അനേക തെറ്റുകൾ ചെയ്തു, ദൈവമേ എന്നോട് ക്ഷമിച്ചു തരണമേ, ഞാൻ അതിനുവേണ്ടി ഒത്തിരി വഴിപാടുകൾ ചെയ്തു, ഞാൻ പല പല കാര്യങ്ങളും ചെയ്തു, ഞാൻ നേർച്ചകൾ കഴിച്ചു, ഞാൻ പള്ളിയിൽ പല കാര്യങ്ങളും ചെയ്തു, കർത്താവേ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ പാപം മാറുന്നില്ല, നിൻ്റെ ആ ക്രൂശിലെ രക്തത്താൽ ദൈവമേ എൻ്റെ പാപങ്ങൾ ഒന്ന് കഴുകി തരണമെന്നായിരിക്കും ഒരുപക്ഷെ കള്ളന്മാർ പറഞ്ഞു കാണുന്നത്. അത് നമ്മുടെ പിതാക്കന്മാർ അതിനെപ്പറ്റി ഒരു പാട്ട് എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. നോക്കണമെന്തുരിതം നാദാ, പലതര ദോഷം ഞാൻ ചെയ്തു, കോപിപ്പിച്ചു, ശരണമെനിക്കില്ല, വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, ഔഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വൃണമോ കഠിനം, നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോർ സുഖമേൽക്കും നൂനും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വലത്തുഭാഗത്തെ കള്ളം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ പല പല കാര്യങ്ങൾ ചെയ്തു നാഥാ, എൻ്റെ ഈ രോഗത്തിന്, എൻ്റെ ഈ ആകുന്ന പാപത്തിൻ്റെ രോഗത്തിന് ഒരു സൗഖ്യവും കിട്ടിയിട്ടില്ല. ഞാൻ പല പല നേർച്ച കാഴ്ചകൾ കഴിച്ചു, ഞാൻ പല രീതിയിൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ മലകൾ കയറി, ഞാൻ ഉരുണ്ടു, പല പല വഴിപാടുകൾ ഞാൻ കഴിച്ചു. അതായത് എൻ്റെ ഈ പാപം എന്ന രോഗത്തിന് എനിക്ക് ഒരു സൗഖ്യവും കിട്ടുന്നില്ല. ഇപ്പോഴും പാപം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ പാപത്തിന്മേൽ യേശുക്രിസ്തുവേ, നീ നിൻ്റെ ക്രൂശിലെ രക്തത്താൽ, നിൻ്റെ ക്രൂശ് മരണത്താൽ എനിക്കൊരു ജയം തരണമേ എന്ന് ഈ വലത്തുഭാഗത്തെ കള്ളൻ പ്രാർത്ഥിച്ചു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്കങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഈ വലത്തുഭാഗത്തെ കള്ളൻ ഈ യേശുക്രിസ്തുവിൻ്റെതായ ആ ക്രൂശിലെ ആ മൊഴികൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലായി, ഇതൊരു മെശിഹായാണ്, യഥാർത്ഥമായ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഈ ഇടത്തുഭാഗത്തെ കള്ളൻ അവനോട് യേശുക്രിസ്തുവിനെ പറ്റി ശാസിച്ച് യേശുവിനോട് പറഞ്ഞു, നീ മെശിഹായാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ നിന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുന്നെല്ലാം പറഞ്ഞപ്പോൾ വലത്തുഭാഗത്തെ കള്ളൻ ഇടത്തുഭാഗത്തെ കള്ളനെ ശാസിച്ചു. നമ്മൾ സമശിക്ഷാവിധിയിലായിട്ടും നീ ഇന്നും മനസ്സിലാകുന്നില്ലേ, ഈ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നീ മനസ്സിലാകുന്നില്ലേ എന്ന് ഈ വലത്തുഭാഗത്തെ കള്ളൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഇടത്തുഭാഗത്തെ കള്ളന് ഒന്ന് തിരിയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വായിക്കാൻ ഒരു മൂന്നാമത്തെ കുരിശ്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. പാപത്തിൽ മരിച്ച കുരിശ്. വലത്തുഭാഗത്തെ കള്ളൻ പാപസംബന്ധമായി മരിച്ച കുരിശാണ്. എന്നാൽ ഇടത്തുഭാഗത്തെ കള്ളൻ പാപത്തിൽ മരിച്ച കുരിശാണ്. അവന് എല്ലാ അവസരവും കിട്ടിയതാണ്. യേശുക്രിസ്തുവിനെ ചേർന്ന് കയ്യിൽ കിട്ടിയതാ. പക്ഷെ അവനൊന്ന് തിരിയാമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇവനും മശിഹായാണെന്ന് പറഞ്ഞപ്പോൾ വലത്തുഭാഗത്തെ കള്ളൻ മശിഹ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ ഇവനൊന്ന് തിരിഞ്ഞാൽ മതിയായിരുന്നു. ആ വിശ്വാസം ഇവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വന്നാൽ മതിയായിരുന്നു. യേശുക്രിസ്തുവിനെ അടുത്ത് കിട്ടിയതാ. പക്ഷേ അവൻ അത് അനുഭവിക്കാൻ സാധിച്ചില്ല. ഇന്ന് അനേകർക്കും യേശുക്രിസ്തുവിനെ ചേർന്ന് കിട്ടുന്നുണ്ട്, അടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥമായി ആ യേശുവിനെ അടുത്ത് കിട്ടുന്ന സമയത്തും അവർ യേശുവിനെ തള്ളി പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്തുണ്ടായി പ്രിയമുള്ളവർ? ഇടത്തുഭാഗത്തെ കള്ളൻ എന്നേക്കുമായിട്ട് അന്ധകാരത്തിലേക്ക് പോകുന്നതായ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഈ കുരിശുകളെ പറ്റി നാം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. എനിക്ക് വേണ്ടി മരിച്ച കുരിശാണ് നടുക്കലത്തെ കുരിശ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ്. ആ ക്രൂശിലേക്ക് നോക്കി നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.